തെറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഓഡിയൻസ് ആണല്ലോ ഫൈനലി നമ്മളെ ജഡ്ജ് ചെയ്യണത് ഓഡിയൻസാണ്. ഞാൻ പറയുന്ന പോലെയല്ല. എന്തായാലും നമുക്കിനെ ഇഷ്ടപ്പെടുന്ന നമുക്ക് താരത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒട്ടും പ്രതീക്ഷ പറയാത്തൊരു സിനിമ തന്നെ ആയിരിക്കും ഡൊമിനിക്. ഡയറക്ഷൻ ബേസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും നമുക്കുള്ള പെർഫോമൻസിൻ്റെ ബേസിൽ നമുക്കൊരു പെർഫോമർ ആർട്ടിസ്റ്റാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. കഴിഞ്ഞ 50 വർഷമായിട്ട് മൂവ് ചെയ്തൊരു ആർട്ടിസ്റ്റാണ് അല്ലേ. പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട് നമ്മൾ മലയാളികൾ. ആ ഓഡിയൻസിന് എന്തായാലും ഈ പടം വർക്കൗട്ടാവും. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ആ സംഭവം അവരെ അതിനുള്ള കെമിസ്ട്രി നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഇവിടുത്തെ. നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കരുത്. കാരണം ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഇത് പോകും. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് തന്നെ നമ്മൾ ഓഡിയൻസ് പ്രേക്ഷകർ നമുക്കതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പടം കണ്ടിട്ട് എക്സ്പീരിയൻസ് ഒക്കെ അവർ പറയട്ടെ ഈ പടം നല്ലതാണോ മോശമാണെന്നുള്ളത്. കാണണം. ഈ പടങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിനെ ഒട്ടും കുറയാത്ത രൂപത്തിൽ തന്നെ പടം വന്നിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ അത്ര വശങ്ങളൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പടങ്ങൾ കാണണ്ട, പടങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ പടം നല്ലതാണോ മോശമാണോ. ഞാൻ ഇതിൽ കാഴ്ച വെച്ചിട്ടില്ല. അത്രയ്ക്കും വളരെ ലാഗോടെ വളരെ തല്ലിപ്പൊടിയായിട്ട് കൊടുക്കുന്നത്. മമ്മൂട്ടി കമ്പനിയിലെ ആദ്യത്തെ പൊട്ടപ്പടാണിത്. ഇത് തുടർച്ചയാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് ലാഗാണ് പടം. കണ്ടിരിക്കാൻ കൊള്ളില്ല. പൈസ പോയതെന്ന് വെച്ചാൽ അത്ര തന്നെ, അതിലപ്പുറത്തും പറയാൻ. പൊട്ടപ്പടത്തിന് പൊട്ടപ്പടം എന്ന് പറയാൻ രക്ഷയില്ല. എല്ലാ പടത്തിനും നമുക്ക് നല്ല പറയാൻ പറ്റില്ല. നല്ലത് കണ്ടാലില്ല നല്ല പറയാൻ പറ്റില്ല. ഇതെന്ന് പറയാൻ പറ്റില്ല. അതായത് എന്തോ ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ലാഗടിച്ചു. അങ്ങനെ ഒരു തോന്നൽ തോന്നി. പെർഫോമൻസ് ഒക്കെ കിട്ടുന്നത് തന്നെ നമുക്ക് അതിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു വൺ ടൈം വാച്ച് മൂവി അത്ര ഒരു പ്രതീക്ഷയുള്ള ഒരു പടം അത്രേ ഉള്ളൂ.